Hi, welcome to Matcom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറെ പുതിയൊരു കോൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് ടോട്ടോമറിസം. KTU S2 കെമിസ്ട്രിയിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഈസ് ടോട്ടോമറിസം ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ടോട്ടോമറിസം ഇൻ അസെറ്റോൺ. സോ നമ്മൾ ടോട്ടോമറിസം എന്താണെന്നും അസെറ്റോണിൽ ടോട്ടോമറിസം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. സോ ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ, we would like to inform you that in our channel various playlists are available related with class 10, plus 1, plus 2, physics, chemistry, mathematics topic, quantitative aptitude and reasoning topics, advanced chemistry topics, the topics related with the Indian polity, certificate related informations. The videos are uploaded both in English as well as in Malayalam. So please see those videos, and if you feel interested, please share with your friends, relatives. So we would like to inform one more thing is that we have an Instagram page named as Matcom. In that particular page, the information related to various videos will be available. Please follow that particular Instagram page too. The link for the Instagram page will be given in the description box. So what is tautomers? Tautomers are structural isomers of chemical compounds that are readily interconverted. Tautomers എന്ന് പറയുന്നത് structural isomers ആണ്. എന്താണ് ഐസോമർ എന്ന് പറയുന്നത്? ഐസോമർ എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പൗണ്ടുകളെ ഐസോമർ എന്ന് വിളിക്കണമെങ്കിൽ ദേ ഷുഡ് ബി ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോർമുല. അവയുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. മോളിക്കുലർ ഫോർമുല സെയിം ആയിട്ട് സ്ട്രക്ചറൽ ഡിഫറൻസ് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഫംഗ്ഷണൽ ഗ്രൂപ്പിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഐസോമർ. ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ കാർബൺ ചെയിലുള്ള പൊസിഷന് വ്യത്യാസമാണ്, ദാറ്റ് ഈസ് കോൾഡ് പൊസിഷണൽ ഐസോമർ. Then if it is related with the geometric property, that is called geometric isomers. Then related with the optical property, they are called optical isomer. അങ്ങനെ ഡിഫറെന്റ് തരത്തിലുള്ള ഐസോമർ ഉണ്ട്. ടോട്ടോമേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്, അതായത് സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സും ആയിരിക്കും അവയുണ്ടാവുക. ദേ ആർ റെഡിലി ഇന്റർ കൺവേർട്ട്. ദാറ്റ് മീൻസ് ഒരു ഐസോമറിൽ നിന്ന് മറ്റൊരു ഐസോമറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ടോട്ടോമേഴ്സ് ആർ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് ദാറ്റ് റെഡിലി ഇന്റർ കൺവേർട്ട്. ഈസി ആയിട്ട് ഇന്റർ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറൽ ഐസോമറുകളെ വിളിക്കുന്ന പേരാണ് ടോട്ടോമേഴ്സ്. ദെൻ ഒരു സ്ട്രക്ചറൽ ഐസോമർ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 2 ടോട്ടോമർ ആണുള്ളത് എങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമുക്ക് ഇന്റർ കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ആ കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ടോട്ടോമറൈസേഷൻ. ടോട്ടോമറൈസേഷൻ ഇസ് എ റിയാക്ഷൻ ബൈ വിച്ച് വൺ ഫോം ഓഫ് ഐസോമർ ക്യാൻ ബി ഗെറ്റ് കൺവേർട്ടഡ് ടു ദി അനദർ ഫോം ഓഫ് ഐസോമർ. ഒരു ഫോമിലുള്ള ഐസോമറിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ളതിനെയാണ് നമുക്ക് വേണ്ടുന്ന കെമിക്കൽ റിയാക്ഷനിലെ പ്രോസസ്സിനെയാണ് നമ്മൾ ടോട്ടോമറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ബേസിക്കലി ടോട്ടോമറൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ പൊസിഷനിൽ സംഭവിക്കുന്ന റീലൊക്കേഷൻ, ദാറ്റ് മീൻ റീലൊക്കേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം അതിൽ നിന്ന് മാറി മറ്റൊരു ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് റീലൊക്കേഷൻ. റീലൊക്കേഷൻ മീൻസ് അതേ മോളിക്യൂളിലെ തന്നെ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറി മറ്റൊരു ലൊക്കേഷനിലേക്ക് മാറുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റീലൊക്കേഷൻ. റീലൊക്കേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം വിതിൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ പ്രോസസ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ പൊസിഷൻ ചേഞ്ച് ആവുകയാണ് എങ്കിൽ, ചേഞ്ച് ചെയ്യുന്ന റീലൊക്കേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദി ടോട്ടോമറൈസേഷൻ. ഓക്കെ, then the phenomenon of tautomerization is called tautomerism. അതായത് ടോട്ടോമറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ടോട്ടോമറിസം. അതിന് മറ്റൊരു വാക്കുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഡെസ്മോട്രോപ്പിസം. സോ ടോട്ടോമറൈസേഷനിൽ യൂഷ്വലി എന്താണ് സംഭവിക്കുന്നത്? റീലൊക്കേഷൻ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. അതേ കോമ്പൗണ്ടിലെ തന്നെ ഹൈഡ്രജൻ ആറ്റം ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സിനെ ഫിനോമിനെ വിളിക്കുന്ന പേര് ടോട്ടോമറിസം അല്ലെങ്കിൽ ഡെസ്മോട്രോപ്പിസം. ഓക്കെ, Tautomerism is very common behavior. You can see it in the case of amino acids and nucleic acid. അല്ല, അമിനോ ആസിഡ് ന്യൂക്ലിക് ആസിഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് അമിനോ ആസിഡ് ന്യൂക്ലിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കോമൺ ആയിട്ട് എന്ത് കാണാൻ പറ്റും? നമുക്ക് ടോട്ടോമറിസം കാണാനായിട്ട് പറ്റും. എന്താണ് അമിനോ ആസിഡ്? അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളെ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. സോ then when you are considering an amino acid, നമ്മളൊരു അമിനോ ആസിഡിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു അമിനോ ആസിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ടാവും. there will be an amino group. പിന്നെ എന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഉണ്ടാവും. ഒരു അമിനോ ഗ്രൂപ്പും ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും
അമിനോ ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു ആസിഡ് ഗ്രൂപ്പൂടെ കൂടി ചേരുന്നതാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി അമിനോ ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടീന്റെ മോണോമർ യൂണിറ്റ് ആണ്. അതായത് അമിനോ ആസിഡുകൾ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് വഴി കൂടി ചേർന്നാണ് പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഈസി ആയിട്ട് അമിനോ ആസിഡ് എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു കൺസിഡർ NH2 CH, R can be any group. ഈ ആറിന്റെ ഗ്രൂപ്പ് മാറുന്നതനുസരിച്ചിട്ട് അമിനോ ആസിഡ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഏതാണ് ആർ ഗ്രൂപ്പ് അതനുസരിച്ച് അമിനോ ആസിഡ് മാറിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാവും ഇതെന്താണ്, ദിസ് ഈസ് എ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ദിസ് ഈസ് എ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ദിസ് ഈസ് ആൻ അമിനോ ഗ്രൂപ്പ്. ഇവിടെ അറിയേണ്ട കാര്യം, കാർബോക്സിലിക് ആസിഡ് ഈസ് ആൻ ആസിഡ്, അമിനോ ഈസ് എ ബേസ്. ഈ ആസിഡിന്റെയും ബേസിന്റെയും പ്രോപ്പർട്ടി എന്താന്ന് വെച്ചാൽ, ആസിഡ് ഹാസ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് പ്രോട്ടോൺ. H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആസിഡ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ അക്സെപ്റ്റ് H+ അയോൺ. H+ അയോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവരാണെന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവർ ആസിഡ്, അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ളവർ ബേസ്. അപ്പൊ ഇതേ മോളിക്കൂളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മോളിക്കൂളിൽ തന്നെ നമുക്കൊരു ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബേസും ഉണ്ട്. സോ എന്ത് സംഭവിക്കാം, സോ വാട്ട് ഈസ് എ പോസിബിലിറ്റി നാ? So you will be getting the nitrogen will be having a lone pair of electron. So by using this particular lone pair of electron, this acid group will be having a tendency to donate the H+ ion. So it donate ചെയ്യുന്ന H+ ion എന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന NH2 ഗ്രൂപ്പ് എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് ചെയ്യും. സോ നൈട്രജൻ ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, നൈട്രജൻ വിൽ ബിക്കം NH3. നൈട്രജൻ എന്താണ്, ഈ ഇലക്ട്രോൺ പെയറിനെ ഉപയോഗിച്ചു. അപ്പൊ എന്താണ്, ആ നൈട്രജൻ ആ ഇലക്ട്രോൺ പെയറിനെ നഷ്ടപ്പെട്ടു. സോ നൈട്രജൻ എന്ത് കിട്ടും, ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ദെൻ കാർബൺ, ഹൈഡ്രജൻ, സോ വി വിൽ ബി ഹാവിംഗ് R. ദെൻ C ഡബിൾ ബോണ്ട് O, O മൈനസ്. എന്തുകൊണ്ടാണ് ഈ O മൈനസ് വരുന്നത്? ഇവിടെ എന്താണ്, H+ അയോൺ അങ്ങോട്ട് പോയി. H+ അയോൺ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയുന്നത് O മൈനസ് ആണ്. സോ ഈ ഒരു മോളിക്കൂൾ നോക്കിയാൽ, ഈ മോളിക്കൂളിൽ ഒരാറ്റത്തിൽ പോസിറ്റീവ് ചാർജും വേറൊരാറ്റത്തിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഒരേ മോളിക്കൂളിൽ തന്നെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോൺ. ഓക്കെ, ദെൻ ഈ ഒരു മോളിക്കൂളിൽ നിന്ന് ഇതിലേക്ക് എന്താണ്, ഈസി ആയിട്ട് ഇന്റർ കൺവേർഷൻ നടക്കും, വൺ ഫോം ടു അനദർ. ദാറ്റ് മീൻ ദീസ് ടു മോളിക്യൂൾസ് ആർ എക്സിസ്റ്റിംഗ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ഈ രണ്ട് മോളിക്കൂൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കൺവേർട്ട് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, വി ക്യാൻ കോൾ ദിസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ടോട്ടോമർ. ഇതൊരു ടോട്ടോമർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദെൻ ഇവിടെ ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ടോട്ടോമേഴ്സ് ആർ ഡിസ്റ്റിങ്ക്ട് കെമിക്കൽ സ്പീഷീസ്. ടോട്ടോമർ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്ട് കെമിക്കൽ സ്പീഷീസ് ആണ്. ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ബൈ ദെയർ ഡിഫറിംഗ് അറ്റോമിക് പ്രോപ്പർട്ടീസ്, മോളിക്കുലർ ജോമെട്രി, ഫിസിക്കോ കെമിക്കൽ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. അതായത് നമ്മൾ ടോട്ടോമർ എടുത്താൽ, രണ്ട് ടോട്ടോമറുകൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ഡീറ്റെയിലുകളോ അല്ലെങ്കിൽ അറ്റോമിക് പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ മോളിക്കുലർ ജോമെട്രിയോ പഠിച്ചു കഴിഞ്ഞാൽ അവ രണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതായത് രണ്ടും ഡിഫറെന്റ് രണ്ട് കോമ്പൗണ്ടുകളാണ്. ബട്ട് ഇതും റെസൊണൻസുമായി ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റെസൊണൻസ് ഈസ് ബേസിക്കലി ലൈക്ക് എ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബെൻസീൻ എടുത്താൽ, ബെൻസീനിലാണ് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് റെസൊണൻസ് കാണാൻ പറ്റുന്നത്. ബെൻസീനകത്ത് 3 പൈ ബോണ്ടുകളുണ്ട്. ഈ പൈ ബോണ്ടുകൾ എന്ത് ചെയ്യും, പൈ ബോണ്ടുകൾ ക്യാൻ ബി ഡീലോക്കലൈസ്ഡ്. അതായത് അതേ മോളിക്കൂളിൽ തന്നെ ഈ പൈ ബോണ്ടുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഡീലോക്കലൈസ് ചെയ്യുക മീൻസ് ഫ്രം വൺ പൊസിഷൻ, ഫോർ എക്സാമ്പിൾ ദിസ് 3 പൈ, ദിസ് പർട്ടിക്കുലർ പൈ ബോണ്ട് ഈസ് നോട്ട് ലോക്കലൈസ്ഡ് ബിറ്റ്വീൻ ദീസ് 2 കാർബൺ. ദിസ് പൈ ക്ലൗഡ് ഈസ് ഡീലോക്കലൈസ്ഡ് ഇൻ ദ കംപ്ലീറ്റ് റിംഗ്. ഈ റിംഗിൽ മുഴുവനായിട്ട് ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന വാക്ക് എന്താണ്, ഡീലോക്കലൈസേഷൻ. ദിസ് ഈസ് കോൾഡ് ഡീലോക്കലൈസേഷൻ. സോ ഇതിങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, റെസൊണൻസ് ഹൈബ്രിഡിനെ ഡബിൾ ഹെഡഡ് ആരോ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുക, റെസൊനേറ്റിംഗ് സ്ട്രക്ചറുകളെ. സോ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ദീസ് 2 ആർ കോൾഡ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ബെൻസീൻ. ഇവ രണ്ടിനെ വിളിക്കുന്ന പേരാണ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ബെൻസീൻ. അപ്പൊ അതുകൊണ്ട് ഈ ബെൻസീന്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രണ്ട് റെസൊനേറ്റിംഗ് സ്ട്രക്ചറുകളുടെയും കൂടെ ഒരു ഹൈബ്രിഡ് ആയിരിക്കും. സോ നമ്മൾ അതിനെ ഇങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക.
ബേസിക്കലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ ആകെ എഴുതേണ്ട ഒരേ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടോമേഴ്സ് ആർ ഡിസ്റ്റിങ്ക്ട് കെമിക്കൽ സ്പീഷീസ്. ടോട്ടോമേഴ്സ് എന്ന ഡിസ്റ്റിങ്ക്ട് കെമിക്കൽ സ്പീഷീസ് ആണ്. They will be having different atomic property, spectroscopic property or molecular property. It is different from reference. അത്രയും വാക്ക് കൊടുത്താൽ മതി. എന്താണ് അതിന്റെ ഡീറ്റെയിൽ എന്ന് മാത്രം ഞാൻ പറഞ്ഞു. കാരണം ടോട്ടോമറിസിൽ എന്താണ് സംഭവിക്കുന്നത്? റീലോക്കലൈസേഷൻ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കേണ്ടത് അസറ്റോണിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത്. സോ അതിനു മുമ്പ് അറിയേണ്ട കാര്യം, ബേസിക്കലി നമ്മൾ ടോട്ടോമറൈസേഷൻ എടുത്താൽ ടോട്ടോമറൈസേഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ഐദർ ബേസ് ഓർ ആൻ ആസിഡ്. So, tautomerization process is catalyzed by acid or a base. എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആകാതെ ആ റിയാക്ഷന്റെ സ്പീഡിനെ കൂട്ടുന്നവരെയാണ്, അല്ലെ റിയാക്ഷന്റെ സ്പീഡിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവരെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടോമറൈസേഷൻ പ്രോസസ്സിനകത്ത് യൂഷ്വലി കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് ആണ്. നമ്മൾ ടോട്ടോമറൈസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോട്ടോമറൈസേഷൻ ആണ് കീറ്റോ ഈനോൾ ടോട്ടോമറിസം അല്ലെങ്കിൽ കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. ഈ കീറ്റോ ഈനോൾ ടോട്ടോമറിസം യൂഷ്വലി കാണിക്കുന്നത് ഒന്നെങ്കിൽ കീറ്റോൺസ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് ആണ്. എന്താണ് കീറ്റോൺ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ സി ഡബിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള മോളിക്യൂൾ, അതിനകത്തുള്ള സി ഡബിൾ ബോണ്ട് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയി വരുന്ന രണ്ട് മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ് കീറ്റോൺ അല്ലെ ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എന്ന് പറയുന്നത് കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ രണ്ട് സൈഡിലും രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. അപ്പൊ രണ്ട് ആൽക്കൈൽ ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ അവയെ നമ്മൾ കീറ്റോൺ എന്ന് വിളിക്കും. അതിന് പകരം വരുന്നത് ഒന്നൊരു ആൽക്കൈൽ ഗ്രൂപ്പും മറ്റൊന്ന് ഹൈഡ്രജനും ആണെങ്കിൽ നമ്മൾ അവയെ ആൽഡിഹൈഡ് എന്ന് വിളിക്കും. സോ വൺ ഈസ് കീറ്റോൺ ആൻഡ് ആൽഡിഹൈഡ്. അപ്പൊ കീറ്റോ ഇനോൾ ടോട്ടോമറിസം കാണിക്കുന്നത് കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ് ആണ്. സോ നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാമ്പിൾ അസറ്റോൺ എടുത്താൽ CH3 C ഡബിൾ ബോണ്ടോ CH3. നമ്മൾ ഇതിനെ ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് ആണെങ്കിൽ, ഒരു ബേസിന്റെ പ്രസൻസ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു ബേസിനെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ, പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസിയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ബേസ് ഈ പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാൻ മീൻസ് H+ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ റിമൈനിങ് ആയിട്ട് ഇവിടെ എന്ത് കിടപ്പുണ്ട്? നമ്മുടെ ബോണ്ട് അതേപടിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ്. അപ്പം ഈ H+ ആയിട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ ഇവിടെ മിച്ചമുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബോണ്ട് ഈ കാർബണിന്റെ ഇടയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ പെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ട് കാർബണുകൾക്കിടയിൽ ഒരു ബോണ്ട് ഫോം ആവും. ഒരു കാർബണെ സംബന്ധിച്ചിടത്തോളം മാക്സിമം വരാവുന്നത് 4 ബോണ്ടാണ്, അതായത് കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബോണ്ടിവിടെ ഫോം ചെയ്താൽ ഈ കാർബണിന്റെ വാലൻസി 5 ആകും. അത് പറ്റില്ലാത്തത് കൊണ്ട് ഈ ബോണ്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ നോക്കിക്കേ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ആരോ ഇടുന്നത് ഞാൻ അടുത്തായിട്ട് പറയാം. സോ യു വിൽ ഗെറ്റ് CH3. ഈ ബോണ്ട് പെയർ ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആയി. സോ ഓക്സിജൻ വിൽ ബി ഗെറ്റിംഗ് എ നെഗറ്റീവ് ചാർജ് CO-. കാർബണും കാർബണിനും ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് വന്നു CH2. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? OH H+ എടുത്തു. സോ യു വിൽ ബി ഗെറ്റിംഗ് എ വാട്ടർ മോളിക്യൂൾ. നമുക്ക് എന്ത് സംഭവിച്ചു? ഒരു വാട്ടർ മോളിക്യൂൾ കിട്ടി. ക്ലിയർ? ഇവിടെ എന്താ സംഭവിച്ചത്? ഈ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടു. സോ ഈ മോളിക്യൂൾ എന്ന പ്രോട്ടോൺ നഷ്ടപ്പെടുന്ന പ്രോസസ് ഈസ് കോൾഡ് ഡീപ്രോട്ടോണേഷൻ. പ്രോട്ടോൺ ഈസ് ലോസ്റ്റ്, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീപ്രോട്ടോണേഷൻ. ഇവിടെ നോക്കിക്കേ, കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആയി. കാർബണും തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്യും. കാർബണും ഓക്സിജനും തമ്മിലൊരു ബോണ്ട് ബ്രേക്ക് ആയി. സോ എന്തൊക്കെ സംഭവിച്ചു? ദ ബ്രേക്കിംഗ് ഓഫ് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് as well as carbon oxygen bond. Then the formation of carbon carbon bond. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ഓക്സിജൻ ഈ ഇലക്ട്രോൺ പെയറിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ ഈ വാട്ടറിൽ നിന്ന് ഈ H+ എടുക്കും. H+ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബോണ്ട് ഇവിടെ ഉണ്ട്. ബോണ്ട് ഓട്ടോമാറ്റിക്കലി OH ഷിഫ്റ്റ് ആവും. സോ വാട്ട് യു വിൽ ഗെറ്റ് CH3 COH ഡബിൾ ബോണ്ട് CH2. ഇവിടെ എന്താണ്? ഈ മോളിക്യൂളിന് പ്രോട്ടോണിനെ കിട്ടി. സോ അതുകൊണ്ട് ഈ സ്റ്റെപ്പിനെ നമുക്ക് എന്ത് വിളിക്കാം?
ദിസ് ഈസ് കോൾഡ് protonation step or the protonation reaction. ഇവിടെ എന്താണ്, ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ബോണ്ട് ഫോം ആയി. സോ ദ ഫോർമേഷൻ ഓഫ് oxygen hydrogen bond, the formation of OH bond takes place. Clear? Fine. So അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഒരു ഇങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഇക്വിലിബ്രിയത്തിന് യൂസ് ചെയ്യുന്ന ആരോ നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലയിൽ നിന്ന് ഈ ഒരു ഫോമിലേക്കുള്ള കൺവേർഷൻ ഈസി ആയിട്ട് സംഭവിക്കും. ഒരു മോളിക്യൂളിൽ ഈ രണ്ട് ഫോമുകളും ഇക്വിലിബ്രിയത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വൺ ഫോം ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ദി അനദർ ഫോം. അങ്ങനെ കാണിക്കുന്ന അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇക്വിലിബ്രിയം. ദാറ്റ് ദേ ആർ കോൾഡ് ഇക്വിലിബ്രിയം റിയാക്ഷൻ. ദ ഇക്വിലിബ്രിയം റിയാക്ഷൻസ് ആർ റെപ്രസെന്റഡ് ബൈ ആരോസ് ലൈക്ക് ദിസ്. ഓക്കെ, ഫൈൻ. But here you need to understand one more thing. When you take CH3, C double bond O, CH3, CH3, C O minus double bond CH2, CH3, COH double bond CH2. ഇതൊരു കീറ്റോൺ ഫോം ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാം, ദിസ് ഇസ് കോൾഡ് കീറ്റോ ഫോം. ദിസ് ഇസ് കോൾഡ് ഈനോൺ. അതായത് ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്, ആൽക്കഹോളിക് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ആൻ ഈനോൺ. സോ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, കീറ്റോ ഫോമിൽ നിന്ന് ഈനോൾ ഫോമിലേക്കുള്ള കൺവേർഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈനോളേറ്റ് ഫോം. This is the representation of ടോട്ടോമെറിസം ഇൻ അസറ്റോൺ. അസറ്റോണിലെ ടോട്ടോമെറിസം ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് വെച്ചാൽ CH3 C double bond O CH3, the arrow which is used to represent the equilibrium, CH3 COH double bond CH2. This is keto form, this is enol form. കീറ്റോ ഫോമും ഈനോൾ ഫോമും എക്സിസ്റ്റ് ചെയ്യുന്നത് ഈസ് കോൾഡ് കീറ്റോ ഈനോൾ ടോട്ടോമെറിസം. ഒരു ഗ്രാഫിന് എന്തുകൊണ്ടല്ല ലെന്ത് കൂടുതൽ എന്ന് വെച്ചാൽ കീറ്റോ ഫോം ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഈനോൾ ഫോം. കീറ്റോ ഫോം എന്ന് പറയുന്നത് ഈനോൾ ഫോമിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് ഈ സൈഡിലേക്കുള്ള റിയാക്ഷൻ എന്ന് പറയുന്ന ടെൻഡൻസി കൊടുക്കണം. ഈ മോളിക്കൂൾ കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് റെഡിലി ആയിട്ട് ഈനോൾ ഫോം കീറ്റോ ഫോം ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എക്സാമിന് ചോദിച്ചാൽ എന്താണ് ടോട്ടോമെറിസം എന്ന് എഴുതുക, ടോട്ടോമെറിസത്തിന്റെ പ്രോപ്പർട്ടീസ് എഴുതുക, അതിനുശേഷം കീറ്റോ ഈനോൾ ടോട്ടോമെറിസം അല്ലെങ്കിൽ അസറ്റോണകത്ത് കീറ്റോ ഈനോൾ ടോട്ടോമെറിസം എങ്ങനെയാണ് വരുന്നത്. എന്തിനാണ് ഞാൻ ഈ മെക്കാനിസം കാണിച്ചത് എന്ന് വെച്ചാൽ അസറ്റോണിന് പകരം വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ടോട്ടോമെറിസം എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. എക്സ്പ്ലനേഷൻ ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങളുടെ സിലബസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഡിസ്കഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പ്രോബ്ലത്തിന്റെ ഡിസ്കഷനോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.